ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് കൊഴുക്കട്ട ശനിയാണ് കേട്ടോ. നോയമ്പിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് ഈ ഒരു സ്പെഷ്യൽ പലഹാരം. ആവശ്യത്തിനുള്ള വറുത്ത അരിപ്പൊടി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാൻ പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പനം ശർക്കരയോ തെങ്ങിൻ ശർക്കരയോ പാനിയാക്കി അരിച്ചെടുത്തതിലേക്ക് ആവശ്യത്തിന് ചിരകിയ തേങ്ങയും ചതച്ചെടുത്ത് ചുക്കും ജീരകവും ഏലക്കയും മിക്സ് ചെയ്ത് കൂടെ ആവശ്യത്തിന് ലേശം നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. ഈ ഒരു മണമാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. കുഴിച്ച് വെച്ച അരിമാവ് നല്ല പാകത്തിനുള്ള ഉരുളകളാക്കി എടുത്ത് കയ്യിൽ പറ്റാതിരിക്കാൻ കുറച്ച് എണ്ണ തിരുമുന്നത് നല്ലതാണ് കേട്ടോ. പരത്തി ആവശ്യത്തിന് വിളയിച്ച തേങ്ങയും കൂടെ ഫില്ല് ചെയ്ത് നല്ല സെക്യൂറായിട്ട് അടച്ച് നന്നായിട്ട് ഉരുട്ടി നല്ല പാകത്തിനുള്ള ഉരുളകളാക്കി എടുക്കാം. എൻ്റെ ഉരുളകൾക്ക് കണ്ടാൽ അത്ര ഭംഗിയൊന്നും പോരാ, എന്നാലും കാണുമ്പോൾ കൊഴുക്കട്ടയാണെന്ന് പറയണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പതുക്കെ സ്റ്റീം ചെയ്തെടുക്കാം. ഈ ഇല നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഓരോ നാട്ടിലും ഓരോരോ പേരുകളായിരിക്കും അല്ലേ? ഞങ്ങളിവിടെ ഇതിനെ ഇടനയില എന്ന് പറയും. ഇത് ഞങ്ങൾ പൂച്ച പുഴുങ്ങുന്ന ഇലയാണ് കേട്ടോ. അതും കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് പുഴുങ്ങാൻ വയ്ക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് ഒരു മഴയൊക്കെ കണ്ടിരുന്ന് വന്നപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓശാന ഞായറിൻ്റെ തലേന്ന്, അതായത് വലിയ നോയമ്പിൻ്റെ 41-ാം ദിവസം നമ്മൾ ക്രിസ്ത്യാനികളുടെ ഒരു ചടങ്ങിൽപ്പെടുന്നതാണ് ഈ ഒരു പലഹാരം. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഇത് പുരാതനമായിട്ട് ക്രിസ്ത്യാനികൾ ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിർബന്ധമായും ഇപ്പോൾ ചെയ്യുന്നതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അമ്മച്ചിയുടെ ചില ഇഷ്ടങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊഴുക്കട്ട ശനി ആശംസകൾ.